12/2/25 പ്രഭാത മുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ വളരെ വലിയ രത്ന വ്യാപാരിയാണ്. നിങ്ങൾ അവിനാശി ജ്ഞാനരത്നങ്ങളാകുന്ന രത്നമണികൾ നൽകി എല്ലാവരെയും ധനികരാക്കണം. ചോദ്യം: തൻ്റെ ജീവിതത്തെ വജ്രതുല്യം ആക്കുന്നതിനായി ഏതു കാര്യത്തിൽ വളരെയധികം സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്? ഉത്തരം: സംഘം അഥവാ കൂട്ടുകെട്ടിൻ്റെ. ആരാണോ നന്നായി മഴ പൊഴിക്കുന്നത്, കുട്ടികൾ അവരുടെ കൂട്ടുകൂടണം. ആരാണോ മഴ പൊഴിക്കാത്തത്, അവരുമായി കൂട്ടുകെട്ട് വയ്ക്കുന്നതിലൂടെ നേട്ടം തന്നെ എന്താണ്? കൂട്ടുകെട്ടിൻ്റെ ദോഷം വളരെയധികം ഏൽക്കുന്നു. ചിലരുടെ കൂട്ടുകെട്ടിലൂടെ വജ്രതുല്യമായി മാറുന്നു. ചിലർ പിന്നെ ചിലരുടെ കൂട്ടുകെട്ടിലൂടെ മൺകട്ടയായി മാറുന്നു. ആര് ജ്ഞാനിയായിരിക്കുമോ അവർ തീർച്ചയായും തനിക്ക് സമാനമാക്കി മാറ്റും. കൂട്ടുകെട്ടിൽ നിന്നും സ്വയം തന്നെ സംരക്ഷിക്കും. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾക്ക് മുഴുവൻ സൃഷ്ടിയും മുഴുവൻ ഡ്രാമയും നല്ല രീതിയിൽ ബുദ്ധിയിൽ ഓർമ്മയുണ്ട്. കോൺട്രാസ്റ്റും ബുദ്ധിയിലുണ്ട്. ഇത് മുഴുവൻ ബുദ്ധിയിൽ ഉറച്ചിരിക്കേണ്ടതാണ്. സത്യുഗത്തിൽ എല്ലാവരും ശ്രേഷ്ഠാചാരിയും നിർവികാരിയും പാവനവും സോൾവെന്റുമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ലോകം ഭ്രഷ്ടാചാരിയും വികാരിയും പതീതവും ഇൻസോൾവെന്റുമാണ്. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾ സംഗമയുഗത്തിലാണ്. നിങ്ങൾ അക്കരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതുപോലെ നദിയുടെയും സാഗരത്തിൻ്റെയും മേള എവിടെ നടക്കുന്നോ അതിനെ സംഗമം എന്ന് പറയുന്നു. ഒരു ഭാഗത്ത് മധുരമായ ജലം, ഇനിയൊരു ഭാഗത്ത് ഉപ്പുവെള്ളമാകുന്നു. ഇതും സംഗമമാണ്. നിങ്ങൾക്കറിയാം, തീർച്ചയായും സത്യയുഗത്തിൽ ലക്ഷ്മി നാരായണന്റെ രാജ്യമുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ചക്രം തിരിയുന്നു. ഇപ്പോൾ ഇത് സംഗമമാണ്. കലിയുഗത്തിൻ്റെ അന്തിമത്തിൽ എല്ലാവരും ദുഃഖിതരാണ്. ഇതിനെ ജംഗിൾ എന്ന് പറയുന്നു. സത്യയുഗത്തെ പൂന്തോട്ടം എന്ന് പറയുന്നു. ഇപ്പോൾ നിങ്ങൾ മുള്ളുകളിൽ നിന്നും പുഷ്പമായി കൊണ്ടിരിക്കുന്നു. ഈ സ്മൃതി കുട്ടികളായ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. നമ്മൾ പരിധിയില്ലാത്ത ബാബയിൽ നിന്നും സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുന്നു. ഇത് ബുദ്ധിയിൽ ഓർമ്മ വയ്ക്കണം. 84 ജന്മങ്ങളുടെ കഥ തീർത്തും കോമൺ ആണ്. ഇപ്പോൾ 84 ജന്മങ്ങൾ പൂർത്തിയായി എന്ന് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ ബുദ്ധിയിൽ ഈ നവോന്മേഷമുണ്ട്. നമ്മൾ ഇപ്പോൾ സത്യോഗി പൂന്തോട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ജന്മം ഈ മൃത്യുലോകത്തിൽ ഉണ്ടാകില്ല. നമ്മുടെ ജന്മം ഉണ്ടാവുക അമരലോകത്തിലാണ്. ശിവബാബയെ അമരനാഥൻ എന്നും പറയുന്നു. ആ ഒന്ന് നമ്മളെ അമരകഥ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ ശരീരത്തിലായിരിക്കുമ്പോഴും അമരമായിരിക്കും. സന്തോഷത്തോടെ തൻ്റെ സമയമാകുമ്പോൾ ശരീരം ഉപേക്ഷിക്കും. അതിനെ മൃത്യുലോകം എന്ന് പറയുന്നില്ല. നിങ്ങൾ ആരെയെങ്കിലും മനസ്സിലാക്കിക്കുമ്പോൾ അവർ കരുതും, തീർച്ചയായും ഇവരിൽ പൂർണ്ണമായ ജ്ഞാനമുണ്ട്. സൃഷ്ടിക്ക് ആദിയും അവസാനവും ഉണ്ടല്ലോ. ചെറിയ കുട്ടിയും യുവാവും വൃദ്ധനുമാകുന്നു. പിന്നെ അന്ത്യം വരുന്നു. വീണ്ടും കുട്ടിയാകുന്നു. സൃഷ്ടിയും പുതിയതാകുന്നു. പിന്നെ ക്വാർട്ടർ പഴയത്, പകുതി പഴയത്, പിന്നെ മുഴുവനായി പഴയതാകുന്നു. വീണ്ടും പുതിയതുണ്ടാകും. ഈ എല്ലാ കാര്യങ്ങളും മറ്റാർക്കും അന്യോന്യം കേൾപ്പിക്കുവാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള ചർച്ച ആർക്കും നടത്തുവാൻ കഴിയില്ല. ബ്രാഹ്മണരായ നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും ആത്മീയ നോളജ് ലഭിക്കുക സാധ്യമല്ല. ബ്രാഹ്മണ വർണ്ണത്തിൽ വരണം, അപ്പോഴാണ് കേൾക്കുന്നത്. കേവലം ബ്രാഹ്മണർ മാത്രമേ അറിയുന്നുള്ളൂ. ബ്രാഹ്മണരിലും നമ്പർ വൈസാണ്. ചിലർക്ക് യഥാർത്ഥ രീതിയിൽ കേൾപ്പിക്കുവാൻ കഴിയുന്നു, ചിലർക്ക് കേൾപ്പിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അവർക്ക് ഒന്നും ലഭിക്കുന്നില്ല. രത്നവ്യാപാരികളിലും നോക്കുകയാണെങ്കിൽ ചിലരുടെ അടുക്കൽ കോടികളുടെ സാധനം ഉണ്ടായിരിക്കും. ചിലരുടെ അടുക്കൽ 10,000-ന്റെ സാധനം പോലും കാണില്ല.
നിങ്ങളിലും ഇങ്ങനെയാണ്. ഏതുപോലെ നോക്കൂ, ഈ ജനക് ഉണ്ട്, നല്ല രത്ന വ്യാപാരിയാണ്. ഈ ഒന്നിൻ്റെ പക്കൽ വാല്യുബിൾ രത്നമണികളുണ്ട്. ആർക്കും നൽകി നല്ല ധനികരാക്കി മാറ്റാൻ സാധിക്കുന്നു. ചിലർ ചെറിയ രത്ന വ്യാപാരിയാണ്, അധികം നൽകാൻ സാധിക്കുന്നില്ല. അപ്പോൾ അവരുടെ പദവിയും കുറഞ്ഞു പോകുന്നു. നിങ്ങളേവരും രത്ന വ്യാപാരികളാണ്. ഇത് അവിനാശി ജ്ഞാനരത്നങ്ങളുടെ രത്നമണികളാണ്. ആരുടെ അടുക്കൽ നല്ല രത്നമുണ്ടായിരിക്കുമോ അവർ ധനികരാകും, മറ്റുള്ളവരെയും ആക്കും. എല്ലാവരും നല്ല രത്നവ്യാപാരി ആയിരിക്കും എന്നല്ല. നല്ല നല്ല രത്നവ്യാപാരികളെ വലിയ വലിയ സെൻറ്റേഴ്സിൽ അയക്കുന്നു. വലിയ വ്യക്തികൾക്ക് നല്ല രത്നമണികൾ നൽകപ്പെടുന്നു. വലിയ വലിയ കടകളിൽ എക്സ്പേർട്സ് ഉണ്ടായിരിക്കും. ബാബയെയും വ്യാപാരി രത്നാകരൻ എന്ന് പറയുന്നു. രത്നങ്ങളുടെ വ്യാപാരം ചെയ്യുന്നു. പിന്നെ ഇന്ദ്രജാലക്കാരനുമാണ്. കാരണം ആ ഒന്നിൻ്റെ അടുക്കൽ തന്നെയാണ് ദിവ്യദൃഷ്ടിയുടെ താക്കോലുള്ളത്. ആരെങ്കിലും നൗദാഭക്തി ചെയ്യുകയാണെങ്കിൽ അവർക്ക് സാക്ഷാത്കാരം ഉണ്ടാകുന്നു. ഇവിടെ ആ കാര്യമില്ല. ഇവിടെയാണെങ്കിൽ അനായാസം വീട്ടിലിരിക്കവേ പോലും വളരെ പേർക്ക് സാക്ഷാത്കാരം ഉണ്ടാകുന്നു. ദിനം പ്രതിദിനം സഹജമായിക്കൊണ്ടിരിക്കും. പലർക്കും ബ്രഹ്മാവിൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും സാക്ഷാത്കാരം ഉണ്ടാകുന്നു. അവരോട് പറയുന്നു, ബ്രഹ്മാവിൻ്റെ അടുക്കൽ പോകൂ, പോയി അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്നും പ്രിൻസ് ആകുന്നതിൻ്റെ പഠനം പഠിക്കൂ. ഈ പവിത്ര പ്രിൻസസ് തുടർന്നു വരുന്നുവല്ലോ. പ്രിൻസിനെ പവിത്രം എന്നും പറയുവാനാകും. പവിത്രതയിലൂടെയാണല്ലോ ജന്മം ഉണ്ടാകുന്നത്. പതീതരെ ഭ്രഷ്ടാചാരി എന്ന് പറയും. പതീതത്തിൽ നിന്നും പാവനം ആകേണ്ടതുണ്ട്. ഇത് ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. അത് ആർക്കെങ്കിലും മനസ്സിലാക്കിച്ചു കൊടുക്കാനും സാധിക്കണം. മനുഷ്യർ മനസ്സിലാക്കുന്നു, ഇവർ വളരെ സെൻസിബിളാണ്. പറയൂ, നമ്മുടെ പക്കൽ ഏതെങ്കിലും ശാസ്ത്രങ്ങളുടെയോ മറ്റോ നോളജ് ഇല്ല. ഇത് ആത്മീയ നോളജാണ്. അത് ആത്മീയ പിതാവ് മനസ്സിലാക്കിച്ചു തരുന്നു. ഇതാണ് ത്രിമൂർത്തി ബ്രഹ്മ വിഷ്ണു ശങ്കർ. ഇതും രചനയാണ്. രചയിതാവ് ഒരു ബാബയാണ്. മറ്റേത് പരിധിയുള്ള ക്രിയേറ്ററാണ്. ഇത് പരിധിയില്ലാത്ത ബാബയും പരിധിയില്ലാത്ത ക്രിയേറ്ററുമാണ്. ബാബ ഇരുന്ന് പഠിപ്പിക്കുന്നു. പ്രയത്നിക്കേണ്ടതുണ്ട്. ബാബ പുഷ്പമാക്കി മാറ്റുന്നു. നിങ്ങൾ ഈശ്വരീയ കുലത്തിലേതാണ്. നിങ്ങളെ ബാബ പവിത്രമാക്കുന്നു. പിന്നെ അഥവാ അപവിത്രം ആവുകയാണെങ്കിൽ കുല കളങ്കിതമാകുന്നു. ബാബ അറിയുന്നുവല്ലോ. പിന്നെ ധർമ്മരാജനിലൂടെ വളരെയധികം ശിക്ഷ കൊടുപ്പിക്കും. ബാബയോടൊപ്പം ധർമ്മരാജനുമുണ്ട്. ധർമ്മരാജന്റെ ഡ്യൂട്ടിയും ഇപ്പോൾ പൂർത്തിയാകുന്നു. സത്യയുഗത്തിൽ ഉണ്ടായിരിക്കില്ല. പിന്നെ ആരംഭിക്കുന്നത് ദ്വാപരം മുതലാണ്. ബാബയിരുന്ന് കർമ്മ അകർമ്മ വികർമ്മങ്ങളുടെ ഗതി മനസ്സിലാക്കിച്ചു തരുന്നു. ഇയാൾ കഴിഞ്ഞ ജന്മത്തിൽ ഇങ്ങനെയുള്ള കർമ്മം ചെയ്തു, അതിൻ്റെ ഫലമാണ് ഈ അനുഭവിക്കുന്നത് എന്ന് പറയാറുണ്ടല്ലോ. സത്യയുഗത്തിൽ ഇങ്ങനെ പറയുകയില്ല. മോശമായ കർമ്മങ്ങളുടെ പേര് അവിടെയില്ല. ഇവിടെയാണെങ്കിൽ മോശവും നല്ലതും രണ്ടുമുണ്ട്. സുഖവും ദുഃഖവും രണ്ടുമുണ്ട്. എന്നാൽ സുഖം വളരെ കുറച്ചേ ഉള്ളൂ. അവിടെ പിന്നെ ദുഃഖത്തിൻ്റെ പേരില്ല. സത്യയുഗത്തിൽ ദുഃഖം എവിടെ നിന്നാണ് വരിക? നിങ്ങൾ ബാബയിൽ നിന്നും പുതിയ ലോകത്തിൻ്റെ സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുന്നു. ബാബ ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവനാണ്. ദുഃഖം എപ്പോൾ മുതൽ ആരംഭിക്കുന്നു? ഇതും നിങ്ങൾ അറിയുന്നുണ്ട്. ശാസ്ത്രങ്ങളിലാണെങ്കിൽ കൽപ്പത്തിൻ്റെ ആയുസ് തന്നെ നീണ്ട് വിസ്തൃതമായി എഴുതിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, പകുതി കൽപ്പത്തേക്ക് വേണ്ടി നമ്മുടെ ദുഃഖം ഹരിക്കപ്പെടും, നമ്മൾ സുഖം നേടും. ഈ സൃഷ്ടിയുടെ ചക്രം എങ്ങനെ തിരിയുന്നു? ഇതിന്മേൽ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത് വളരെ സഹജമാണ്. ഈ എല്ലാ കാര്യങ്ങളും നിങ്ങളല്ലാതെ മറ്റാരുടെയും ബുദ്ധിയിൽ ഉണ്ടായിരിക്കുക സാധ്യമല്ല. ലക്ഷക്കണക്കിന് വർഷങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും ബുദ്ധിയിൽ നിന്നും മാറിപ്പോകുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഈ ചക്രം 5000 വർഷത്തിൻ്റേതാണ്. ഇന്നലെയുടെ കാര്യമാണ്.
ഇതിൽ ഈ സൂര്യവംശിയുടെയും ചന്ദ്രവംശികളുടെയും രാജ്യമുണ്ടായിരുന്നു. ബ്രാഹ്മണരുടെ പകൽ എന്ന് പറയുന്നുമുണ്ട്. ശിവബാബയുടെ പകൽ എന്ന് പറയും എന്നല്ല. ബ്രാഹ്മണരുടെ പകൽ, പിന്നെ ബ്രാഹ്മണരുടെ രാത്രി. ബ്രാഹ്മണർ പിന്നെ ഭക്തിമാർഗത്തിലേക്കും വരുന്നു. ഇപ്പോൾ സംഗമമാണ്, പകലുമല്ല രാത്രിയുമല്ല. നിങ്ങൾക്കറിയാം, നമ്മൾ ബ്രാഹ്മണർ പിന്നെ ദേവതയാകും, പിന്നെ ത്രേതായിൽ ക്ഷത്രിയനാകും. ഇത് ബുദ്ധിയിൽ ഉറച്ച രീതിയിൽ ഓർമ്മിക്കൂ. ഈ കാര്യങ്ങൾ മറ്റാരും അറിയുന്നില്ല. അവർ പറയും, ശാസ്ത്രങ്ങളിൽ ഇത്രയും ആയുസ് എഴുതിയിരിക്കുകയാണ്. നിങ്ങൾ പിന്നെ ഈ കണക്ക് എവിടെ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്? ഈ അനാദിയായ ഡ്രാമ മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ടതാണ്. ഇതാരും അറിയുന്നില്ല. കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, പകുതി കൽപ്പമാണ് സത്യയുഗവും ത്രേതായും, പിന്നെ പകുതി മുതൽ ഭക്തി ആരംഭിക്കുന്നു. അതാകുന്നു ത്രേതായുടെയും ദ്വാപരത്തിൻ്റെയും സംഗമം. ദ്വാപരയിലും ഈ ശാസ്ത്രവും മറ്റും പതുക്കെ പതുക്കെ ഉണ്ടാകുന്നു. ഭക്തിമാർഗത്തിൻ്റെ സാമഗ്രികൾ വളരെ നീണ്ടതും വിസ്തൃതവുമാണ്. വൃക്ഷം എത്ര നീണ്ടതും വിസ്തൃതവുമാണ് എന്നതുപോലെ ഇതിൻ്റെ ബീജമാണ് ബാബ. ഇത് തലകീഴായ വൃക്ഷമാണ്. ആദ്യമാദ്യം ആദി സനാതന ദേവീദേവതാധർമ്മമാണ്. ബാബ കേൾപ്പിക്കുന്ന ഈ കാര്യങ്ങൾ എന്താണോ, ഇത് തീർത്തും പുതിയതാണ്. ഈ ദേവീദേവതാധർമ്മത്തിൻ്റെ സ്ഥാപകനെ ആരും അറിയുന്നില്ല. ശ്രീകൃഷ്ണൻ കുട്ടിയാണ്, ജ്ഞാനം കേൾപ്പിക്കുന്നവൻ ബാബയാണ്. അപ്പോൾ ബാബയെ മാറ്റി കുട്ടിയുടെ പേര് ചേർത്തിരിക്കുകയാണ്. ശ്രീകൃഷ്ണൻ്റെ തന്നെ ചരിത്രവും മറ്റും ഇരുന്ന് കാണിച്ചിരിക്കുകയാണ്. ബാബ പറയുന്നു, ലീല ശ്രീകൃഷ്ണൻ്റെ ഒന്നുമല്ല. ഹേ പ്രഭു, നിന്റെ ലീല അപാരമാണ് എന്ന് പാടുകയും ചെയ്യുന്നു. ലീല ഒന്നിൻ്റേത് മാത്രമാണ്. ശിവ് ബാബയുടെ മഹിമ വളരെ വേറിട്ടതാണ്. ആ ഒന്ന് സദാ പാവനമായിരിക്കുന്നവനാണ്. എന്നാൽ ആ ഒന്നിന് പാവന ശരീരത്തിൽ വരാൻ സാധിക്കില്ല. ആ ഒന്നിനെ വിളിക്കുന്നത് തന്നെ പതീത ലോകത്തെ വന്ന് പാവനമാക്കൂ എന്നാണ്. അപ്പോൾ ബാബ പറയുന്നു, എനിക്കും പതീത ലോകത്തിൽ വരേണ്ടി വരുന്നു. ഇദ്ദേഹത്തിൻ്റെ വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിൽ വന്ന് പ്രവേശിക്കുന്നു. ബാബ പറയുന്നു, മുഖ്യമായ കാര്യം അൽഫിനെ ഓർമ്മിക്കൂ. ബാക്കി ഇത് മുഴുവൻ വിസ്താരമാണ്. അത് എല്ലാവർക്കും ധാരണ ചെയ്യാൻ സാധിക്കില്ല. ആർക്ക് ധാരണ ചെയ്യാൻ സാധിക്കുന്നുവോ അവർക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ബാക്കി പറയുന്നു, മന്മനാഭവ. നമ്പർ അനുസരിച്ചാണല്ലോ ബുദ്ധിയിലുള്ളത്. മേഘങ്ങളിൽ ചിലത് നന്നായി പെയ്യുന്നു, ചിലത് അല്പം പെയ്ത ശേഷം പോയി കളയുന്നു. നിങ്ങളും മേഘങ്ങളാണല്ലോ. ചിലതാണെങ്കിൽ തീർത്തും പെയ്യുന്നതേയില്ല. ജ്ഞാനം വലിച്ചെടുക്കാനുള്ള ശക്തിയില്ല. മമ്മയും ബാബയും നല്ല മേഘങ്ങളാണല്ലോ. കുട്ടികൾ ആര് നന്നായി പെയ്യുന്നുവോ അവരുടെ കൂട്ടുകൂടണം. ആര് പെയ്യുന്നതേയില്ലയോ അവരുമായി കൂട്ടുവയ്ക്കുന്നതിലൂടെ എന്തുണ്ടാകും? കൂട്ടുകെട്ടിൻ്റെ ദോഷവും വളരെയധികം ഏൽക്കുന്നു. ചിലരാണെങ്കിൽ ചിലരുടെ കൂട്ടുകെട്ടിലൂടെ വജ്രതുല്യമായി മാറുന്നു. ചിലർ പിന്നെ ചിലരുടെ കൂട്ടുകെട്ടിലൂടെ മൺകട്ടയായി മാറുന്നു. പിന്നാലെ കൂടേണ്ടത് നല്ലവരുടെയാണ്. ആര് ജ്ഞാനവാനായിരിക്കുമോ അവർ തനിക്ക് സമാനം പുഷ്പമാക്കി മാറ്റും. സത്യമായ ബാബയിൽ നിന്നും ആരാണോ ജ്ഞാനവാനും യോഗിയുമായത് അവരുമായാണ് കൂട്ടുകൂടേണ്ടത്. നമ്മൾ ഇന്നയാളുടെ വാൽ പിടിച്ച് അക്കരെ എത്തും എന്ന് വിചാരിക്കരുത്. ഇങ്ങനെ ധാരാളം പേർ പറയുന്നു. എന്നാൽ ഇവിടെ ആ കാര്യമേ ഇല്ല. സ്റ്റുഡൻറ് ആരുടെയെങ്കിലും വാൽ പിടിക്കുന്നതുകൊണ്ട് പാസ്സാകുമോ? പഠിക്കേണ്ടി വരുമല്ലോ. ബാബയും വന്ന് നോളജ് നൽകുന്നു. ഈ സമയത്ത് ആ ഒന്ന് അറിയുന്നുണ്ട്, എനിക്ക് ജ്ഞാനം നൽകേണ്ടതുണ്ട്. ഭക്തിമാർഗത്തിൽ എനിക്ക് പോയി ജ്ഞാനം നൽകണം എന്ന കാര്യമൊന്നും ആ ഒന്നിൻ്റെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കുന്നില്ല. ഇതെല്ലാം ഡ്രാമയിൽ അടങ്ങിയിരിക്കുന്നതാണ്. ബാബ യാതൊന്നും ചെയ്യുന്നില്ല. ഡ്രാമയിൽ ദിവ്യദൃഷ്ടി ലഭിക്കുന്നതിൻ്റെ പാർട്ടുണ്ടെങ്കിൽ സാക്ഷാത്കാരം ഉണ്ടാകുന്നു. ബാബ പറയുന്നു, ഞാൻ ഇരുന്ന് സാക്ഷാത്കാരം കാണിച്ചു കൊടുക്കുന്നു എന്നല്ല. ഇത് ഡ്രാമയിൽ അടങ്ങിയതാണ്.
അഥവാ ആരെങ്കിലും ദേവിയുടെ സാക്ഷാത്കാരം കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദേവി കാണിച്ചു കൊടുക്കുകയില്ലല്ലോ. പറയുന്നു, ഹേ ഭഗവാനെ, എനിക്ക് സാക്ഷാത്കാരം നൽകൂ. ബാബ പറയുന്നു, ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ടാകുമെങ്കിൽ സംഭവിക്കും. ഞാനും ഡ്രാമയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ബാബ പറയുന്നു, ഞാൻ ഈ സൃഷ്ടിയിൽ വന്നിരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ വായിലൂടെ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ കണ്ണുകളിലൂടെ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. അഥവാ ഈ ശരീരം ഇല്ലായിരുന്നുവെങ്കിൽ എങ്ങനെ കാണാൻ സാധിക്കും? പതീത ലോകത്തിൽ തന്നെയാണ് എനിക്ക് വരേണ്ടി വരുന്നത്. സ്വർഗത്തിലാണെങ്കിൽ എന്നെ വിളിക്കുന്നതേയില്ല. എന്നെ വിളിക്കുന്നത് തന്നെ സംഗമത്തിലാണ്. എപ്പോൾ സംഗമയുഗത്തിൽ വന്ന് ശരീരമെടുക്കുന്നു അപ്പോൾ തന്നെയാണ് കാണുന്നത്. നിരാകാര രൂപത്തിലാണെങ്കിൽ ഒന്നും കാണാൻ സാധിക്കില്ല. ഓർഗൻസ് ഇല്ലാതെ ആത്മാവിന് യാതൊന്നും ചെയ്യുവാൻ സാധിക്കില്ല. ബാബ പറയുന്നു, എനിക്ക് എങ്ങനെ കാണുവാൻ സാധിക്കും? ശരീരമില്ലാതെ എങ്ങനെ ചലിക്കുവാൻ സാധിക്കും? ഈശ്വരൻ സർവ്വതും കാണുന്നുവെന്നും സർവ്വതും ആ ഒന്ന് ചെയ്യുന്നുവെന്നും പറയുന്നത് അന്ധവിശ്വാസമാണ്. എങ്ങനെയാണ് കാണുക? എപ്പോഴാണോ ഓർഗൻസ് ലഭിക്കുന്നത് അപ്പോഴാണല്ലോ കാണുക. ബാബ പറയുന്നു, നല്ലതോ മോശമോ ആയ കാര്യം ഡ്രാമ അനുസരിച്ച് ഓരോരുത്തരും ചെയ്യുന്നു. അടങ്ങിയിട്ടുള്ളതാണ്. ഞാനിരുന്ന് ഇത്രയും കോടിക്കണക്കിന് മനുഷ്യരുടെ കണക്ക് വയ്ക്കുകയില്ല. എനിക്ക് ശരീരമുള്ളപ്പോഴാണ് എല്ലാം ചെയ്യുന്നത്, ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും എന്ന് അപ്പോഴാണ് പറയുന്നത്. ഇല്ലെങ്കിൽ പറയാൻ സാധിക്കില്ല. ഞാൻ എപ്പോഴാണോ ഇദ്ദേഹത്തിൽ വരുന്നത് അപ്പോഴാണ് വന്ന് പാവനം ആക്കുന്നത്. മുകളിൽ ആത്മാവ് എന്ത് ചെയ്യുവാനാണ്? ശരീരത്തിലൂടെ തന്നെയായിരിക്കുമല്ലോ പാർട്ട് അഭിനയിക്കുക. ഞാനും ഇവിടെ വന്ന് പാർട്ട് അഭിനയിക്കുന്നു. സത്യയുഗത്തിൽ എൻ്റെ പാർട്ടേ ഇല്ല. പാർട്ടില്ലാതെ യാതൊന്നും ചെയ്യാൻ സാധിക്കില്ല. ശരീരമില്ലാതെ ആത്മാവിന് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. ആത്മാവിനെ വിളിക്കാറുണ്ട്. അതും ശരീരത്തിൽ വന്നാണല്ലോ സംസാരിക്കുക. ഓർഗൻസ് ഇല്ലാതെ ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല. ഇതാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശദീകരണം. മുഖ്യമായ കാര്യം പറയുന്നു, ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കൂ. പരിധിയില്ലാത്ത ബാബ ഇത്രയും വലിയവനാണ്. ആ ഒന്നിൽ നിന്നും സമ്പത്ത് എപ്പോഴായിരിക്കും ലഭിക്കുന്നുണ്ടാവുക? ഇത് ആരും അറിയുന്നില്ല. വന്ന് ദുഃഖം ഹരിക്കൂ, സുഖം നൽകൂ എന്ന് പറയുന്നു. പക്ഷേ എപ്പോൾ? ഇത് ആർക്കും അറിയില്ല. കുട്ടികളായി നിങ്ങൾ ഇപ്പോൾ പുതിയ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ അമരമായി കൊണ്ടിരിക്കുന്നു. അമരലോകത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അമരലോകത്തിൽ എത്ര തവണ പോയിട്ടുണ്ട്? ഇതിന് ഒരിക്കലും അവസാനം ഉണ്ടാകുന്നില്ല. ധാരാളം പേർ ചോദിക്കുന്നു, മോക്ഷം ലഭിക്കുക സാധ്യമാണോ? പറയൂ, അല്ല. ഇത് അനാദിയും അവിനാശിയുമായ ഡ്രാമയാണ്. ഇതൊരിക്കലും വിനാശമാവുക സാധ്യമല്ല. ഈ അനാദിയായ ചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കുട്ടികളായി നിങ്ങൾ ഈ സമയത്ത് സത്യമായ പ്രഭുവിനെ അറിയുന്നു. നിങ്ങൾ സന്യാസിയാണല്ലോ. ആ ഭിക്ഷുക്കളല്ല. സന്യാസിമാരെയും ഫക്കീർ, ഭിക്ഷു എന്ന് പറയാറുണ്ട്. നിങ്ങൾ രാജഋഷിയാണ്. ഋഷിയെ സന്യാസി എന്ന് പറയുന്നു. ഇപ്പോൾ വീണ്ടും നിങ്ങൾ ധനികരാകുന്നു. ഭാരതം എത്ര സമ്പന്നമായിരുന്നു, ഇപ്പോൾ എത്ര ഭിക്ഷുവായിരിക്കുകയാണ്. പരിധിയില്ലാത്ത ബാബ വന്ന് പരിധിയില്ലാത്ത സമ്പത്ത് നൽകുന്നു. ഗീതവുമുണ്ട്, ബാബ അങ്ങ് എന്ത് നൽകുന്നുവോ അത് ആർക്കും തന്നെ നൽകാൻ സാധിക്കില്ല. അങ്ങ് നമ്മളെ വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്നു. അതിനെ ആർക്കും ലൂട്ട് ചെയ്യാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള ഗീതം ഉണ്ടാക്കുന്നവർ അർത്ഥം ചിന്തിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, അവിടെ പാർട്ടീഷനും മറ്റുമൊന്നും ഉണ്ടായിരിക്കില്ല. ഇവിടെയാണെങ്കിൽ എത്ര പാർട്ടീഷനാണ്. അവിടെ ആകാശം, ഭൂമി എല്ലാം നിങ്ങളുടേതായിരിക്കും. അപ്പോൾ ഇത്രയും സന്തോഷം കുട്ടികൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണല്ലോ. എപ്പോഴും മനസ്സിലാക്കൂ, ശിവ് ബാബയാണ് കേൾപ്പിക്കുന്നത്. കാരണം ആ ഒന്ന് ഒരിക്കലും ഹോളിഡേ എടുക്കുന്നില്ല, ഒരിക്കലും രോഗാവസ്ഥയിൽ ആകുന്നില്ല.
ഓർമ്മ ഉണ്ടായിരിക്കേണ്ടത് ശിവ് ബാബയുടേത് തന്നെയാണ്. ഈ ഒന്നിനെ നിരഹങ്കാരി എന്ന് പറയുന്നു. ഞാൻ ഇത് ചെയ്യുന്നു, ഞാൻ ഇത് ചെയ്യുന്നു. ഈ അഹങ്കാരം വരാൻ പാടില്ല. സർവീസ് ചെയ്യേണ്ടത് കടമയാണ്. ഇതിൽ അഹങ്കാരം വരാൻ പാടില്ലാത്തതാണ്. അഹങ്കാരം വന്നു, വീഴുകയും ചെയ്തു. സർവീസ് ചെയ്തുകൊണ്ടേയിരിക്കൂ. ഇതാണ് ആത്മീയ സേവനം. ബാക്കിയെല്ലാം ഭൗതികമാണ്. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ബാബ എന്ത് പഠിപ്പിക്കുന്നുവോ അതിൻ്റെ റിട്ടേണായി പുഷ്പമായി കാണിക്കണം, പ്രയത്നിക്കണം. ഒരിക്കലും ഈശ്വരീയ കുലത്തിൻ്റെ പേരിന് അപകീർത്തി ഉണ്ടാക്കരുത്. ആരാണോ ജ്ഞാനവാനും യോഗിയുമായവർ അവരുടെ തന്നെ കൂട്ടുകൂടണം. ഞാനെന്ന ഭാവം ത്യാഗം ചെയ്ത് നിരഹങ്കാരിയായി ആത്മീയ സേവനം ചെയ്യണം. ഇതിനെ തൻ്റെ കടമയായി മനസ്സിലാക്കണം. അഹങ്കാരത്തിൽ വരരുത്. വരദാനം: വ്യർത്ഥത്തെയും ശുഭഭാവത്തിലൂടെയും ശുഭകാമനയിലൂടെയും പരിവർത്തനപ്പെടുത്തുന്ന സത്യമായ മർജീവിയായി ഭവിക്കട്ടെ. ബാബ്ദാദയുടെ ശ്രീമത്താണ് കുട്ടികളെ വ്യർത്ഥ കാര്യങ്ങൾ കേൾക്കരുത്, കേൾപ്പിക്കരുത്, ചിന്തിക്കരുത്. സദാ ശുഭഭാവനയിലൂടെ ചിന്തിക്കൂ, ശുഭവാക്കുകൾ പറയൂ. വ്യർത്ഥത്തെയും ശുഭഭാവത്തോടെ കേൾക്കൂ. ശുഭചിന്തകരായി വാക്കുകളുടെ ഭാവത്തെ പരിവർത്തനപ്പെടുത്തൂ. സദാ ഭാവവും ഭാവനയും ശ്രേഷ്ഠമാക്കി വയ്ക്കൂ. സ്വയം തന്നെ പരിവർത്തനപ്പെടുത്തൂ. അന്യരുടെ പരിവർത്തനത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. സ്വയം തൻ്റെ പരിവർത്തനം തന്നെയാണ് അന്യരുടെ പരിവർത്തനം. ഇതിൽ ആദ്യം ഞാൻ ഈ മർജീവ ആകുന്നതിൽ തന്നെയാണ് രസമുള്ളത്. ഇതിനെ തന്നെയാണ് മഹാബലി എന്ന് പറയുന്നത്. ഇതിൽ സന്തോഷത്തോടെ മരിക്കൂ. ഈ മരിക്കുന്നത് തന്നെയാണ് ജീവിക്കുന്നത്. ഇതുതന്നെയാണ് സത്യമായ ജീവദാനം. സ്ലോഗൻ: സങ്കല്പങ്ങളുടെ ഏകാഗ്രത ശ്രേഷ്ഠ പരിവർത്തനത്തിൽ ഫാസ്റ്റ് ഗതി കൊണ്ടുവരുന്നു. അവ്യക്ത സൂചന: ഏകാന്ത പ്രിയരാകൂ. ഏകതയും ഏകാഗ്രതയും സ്വായത്തമാക്കൂ. സംഘടനയുടെ ശക്തിക്ക് എന്താഗ്രഹിക്കുന്നോ അത് ചെയ്യുവാൻ സാധിക്കും. സംഘടനയുടെ അടയാളത്തിൻ്റെ സ്മാരകമാണ് പഞ്ചപാണ്ഡവർ. ഏകതയുടെ ശക്തിയാണ് ഹാഞ്ചി ഹാഞ്ചി എന്ന് പറഞ്ഞ് വിചാരം നൽകി. പിന്നെ ഏകതയുടെ ബന്ധനത്തിൽ ബന്ധിതമായി. ഈ ഏകതയാണ് സഫലതയുടെ ഉപാധി. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം: അതിസൂക്ഷ്മമായ ആത്മാവായ ഞാൻ പ്രകാശ ശരീരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നു. സമ്പൂർണ്ണ രീതിയിൽ മുക്തമായ അനുഭവം എനിക്കുണ്ടാകുന്നു. ഞാൻ ലൈറ്റ് ഹൗസായി മാറുകയാണ്. എന്നിൽ നിന്നും ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും കിരണങ്ങൾ പ്രവഹിക്കുകയാണ്. ഞാനിപ്പോൾ ബാബയുടെ ഹൃദയ സിംഹാസനത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഞാൻ ബാബയുടെ സ്നേഹം, ശാന്തി, ശക്തി,
മുഴുവൻ ലോകത്തിലേക്കും അയയ്ക്കുന്നു.